നമസ്കാരം. KSRന്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെറ്റേണിറ്റി ലീവിനെ കുറിച്ചും പെറ്റേണിറ്റി ലീവിനെ കുറിച്ചുമാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. നേരിട്ട് കടക്കാം. മെറ്റേണിറ്റി ലീവ് നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്ക്, അത് ഇൻക്ലൂഡിങ് താത്കാലിക ജീവനക്കാർക്കും പാർട്ട് ടൈം ജീവനക്കാർക്കും ഒക്കെയും തന്നെ 180 ഡേയ്സ് 180 ദിവസം പ്രസവ അവധി ലഭിക്കുന്നുണ്ട്. അത് 6 മാസം എന്നല്ല നമ്മൾ പറയുക, 180 ഡേയ്സ് എന്നാ പറയുന്നത്. അപ്പൊ ലീവ് എടുക്കുമ്പോൾ സാധാരണഗതി നമ്മൾ ദിവസം എണ്ണി കണക്ക് കൂട്ടിയിട്ട് ലീവ് എടുക്കുന്നതാണ് നല്ലത്. ഈ മെറ്റേണിറ്റി ലീവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെറ്റേണിറ്റി ലീവിന് ലിമിറ്റ് ഇല്ല. 2 ഡെലിവറി എന്നുള്ള ലിമിറ്റ് ഇല്ല. ഇത് നമ്മൾ പല DDOമാരും 2 തരുവുള്ളെന്ന് പറഞ്ഞിട്ടുള്ള കുറേ സംശയങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. മെറ്റേണിറ്റി ലീവിന് അങ്ങനെ യാതൊരുവിധ ലിമിറ്റ്, 2 ഡെലിവറിക്ക് എന്നുള്ള ലിമിറ്റ് വെച്ചിട്ടില്ല. അതുകൊണ്ട് എത്ര ഡെലിവറിക്ക് വേണമെങ്കിലും ഈ മെറ്റേണിറ്റി ലീവ് അനുവദിക്കാവുന്നതാണ്. മറ്റൊന്ന്, മെറ്റേണിറ്റി ലീവിനെ തുടർന്ന് നമ്മൾ പറയുന്ന ഇത് സ്ഥിരമായി പറയുന്ന 60 ദിവസം വരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് ലീവ് എടുക്കാം. LWA എടുക്കുകയാണ്. മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാതെ 60 ദിവസം വരെ LWA എടുക്കണമെങ്കിൽ, അതായത് ശമ്പളമില്ലാത്ത അവധി എടുക്കണമെങ്കിൽ അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. 60 ദിവസം വരെ ഉള്ളൂ കേട്ടോ. 60 ദിവസത്തിൽ കൂടുതൽ നമ്മൾ എടുക്കണമെങ്കിൽ ആദ്യം മുതലേ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. 60 ദിവസം വരെ മാത്രമേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളൂ, ആനുകൂല്യമുള്ളൂ, വേണ്ട എന്നുള്ള ആനുകൂല്യമുള്ളൂ. 60 ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യാതെ തുടർച്ചയായിട്ട് ലീവ് എടുക്കണമെങ്കിൽ നമ്മൾ 60 ദിവസത്തിന് ശേഷം ഉള്ള പീരീഡിന് MC കൊടുത്താൽ പോരാ. നമ്മൾ ആ മെറ്റേണിറ്റി ലീവ് തീരുന്ന ദിവസം മുതലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടി വരും. അത് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മളെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ശ്രദ്ധയ്ക്ക് അമ്മയുടെ സാന്നിധ്യം നിർബന്ധമാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വെച്ചാലും മതി. ഇനി മറ്റ് ലീവുകളുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. ദിവസങ്ങൾ 60 ദിവസം വരെ ഉള്ളൂ. ബാക്കി ലീവുകൾ നമ്മൾ എലിജിബിൾ ലീവുകളാണെങ്കിൽ പോലും അതിനെ തുടർന്ന് നമുക്ക് എലിജിബിൾ ലീവും 60 ദിവസം വരെ എടുക്കാം. 60 ദിവസത്തിൽ കൂടുതൽ ഈ മെറ്റേണിറ്റി ലീവിനെ തുടർന്ന് ലീവ് എടുക്കണമെങ്കിൽ, ഏത് തരം ലീവ് എടുക്കണമെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന ദിവസം മുതൽ വേണം. അതെപ്പോഴും ശ്രദ്ധിക്കണം. ചില ആൾക്കാർ 60 ദിവസം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അങ്ങോട്ട് എടുക്കും. എന്നിട്ട് 60 ദിവസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്യില്ല. ജോയിൻ ചെയ്യാതെ പിന്നെ ഒരു 15 ദിവസം കൊണ്ട് എടുക്കും. അപ്പോൾ ആ 15 ദിവസത്തിന് മാത്രം അങ്ങനെ പോരാ. പൂർണ്ണമായിട്ടും മെഡിക്കൽ സർട്ടിഫിക്കറ്റിലായിരിക്കണം അത്തരം 60 ദിവസം. അതൊരു ആനുകൂല്യം മാത്രമാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള ആനുകൂല്യം മാത്രമേ ഈ 60 ദിവസത്തിനുള്ളൂ. ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ്. ഇനി ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ നമുക്ക് പ്രഫിക്സും സഫിക്സും ഉപയോഗിക്കാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നല്ല പറയുന്നത്, മെറ്റേണിറ്റി ലീവിൽ പ്രഫിക്സും സഫിക്സും ഉപയോഗിക്കാൻ നമുക്ക് അനുവദിക്കും. ഇപ്പോൾ മെറ്റേണിറ്റി ലീവ് നമ്മൾ ഡെലിവറി, ഈ മെറ്റേണിറ്റി ലീവിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ 180 ഡേയ്സിനിടയിൽ ഡെലിവറി നടന്നിരിക്കണം എന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ എടുക്കുന്ന ലീവ് പീരീഡിൻ്റെ ഇടയിൽ ഈ ഡെലിവറി നടന്നിരിക്കണം എന്നേ ഉള്ളൂ. അതാണ് കൃത്യമായിട്ട് പറയുന്നത്. എന്നാൽ വെക്കേഷൻ സ്റ്റാഫായിട്ടുള്ള ആൾക്കാർ, ടീച്ചേഴ്സൊക്കെ വെക്കേഷൻ സ്റ്റാഫാണ്. അവരുടെ ഡെലിവറി കണക്ക് കൂട്ടുന്നത് ഡെലിവറി എന്ന് നടന്നുവോ അന്ന് മുതൽ 180 ഡേയ്സാണ്. അതായത് മുൻകാലങ്ങളിൽ ഈ ടീച്ചേഴ്സ് ഇപ്പോൾ ഏപ്രിൽ 10 ഡെലിവറി നടന്നാൽ അവർ ലീവ് സ്റ്റാർട്ട് ചെയ്യുക ജൂൺ തുറന്നതിന് ശേഷം. സ്കൂള് തുറന്ന് അന്ന് മുതൽ 6 മാസം എടുക്കും. അതിപ്പോൾ ഹൈക്കോടതി വിധിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ പരിപാടി അവസാനിപ്പിച്ചു. വെക്കേഷനിലാണ് ഡെലിവറി നടക്കുന്നതെങ്കിൽ ആ വെക്കേഷനിൽ ഡെലിവറി നടന്ന ദിവസം മുതൽ 180 ഡേയ്സ് കണക്കൂട്ടും. ഇതെങ്ങനെ മനസ്സിലാവും എന്നൊക്കെ ചോദിച്ചാൽ, ഇതിൽ ഓഡിറ്റൊക്കെ വരുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും സംശയമുള്ള കാര്യമൊക്കെ ചോദിച്ചാൽ ഓഡിറ്റ് പാർട്ടികൾ എന്താവശ്യപ്പെടും? കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കള്ളത്തരമൊന്നും ഉണ്ടാവില്ലല്ലോ, അവിടെ കറക്റ്റ് ആയിട്ടില്ല. അപ്പം യാതൊരു വിധത്തിലുള്ള ഒരു മാനിപ്പുലേഷനും ഇക്കാര്യത്തിൽ നടക്കില്ല. അതുകൊണ്ട് വെക്കേഷനിലാണ് ഡെലിവറി എങ്കിൽ
വെക്കേഷൻ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ അന്ന് മുതൽ 180 ഡേയ്സ് ആണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. പ്രഫിക്സും സഫിക്സും ഉപയോഗിക്കാം, അല്ല എല്ലാവർക്കും കോമൺ ആയിട്ട്. ഇപ്പോൾ എന്താ, ഒരു നമ്മൾ ഡെലിവറി മെറ്റേണിറ്റി ലീവ് ഒരാൾ എടുത്ത് തീരുന്ന ദിവസം ഒരു ടീച്ചർ വെള്ളിയാഴ്ചയാണ് എന്ന് വിചാരിക്കുക, ശനിയും ഞായറും ഹോളിഡേ ആണ്. ടീച്ചർ ആവണമെന്നില്ല, ആരായാലും ശനിയും ഞായറും ഹോളിഡേ ആണ് എങ്കിൽ നമ്മൾ തിങ്കൾ ജോയിൻ ചെയ്താൽ മതി. വെള്ളിയാഴ്ച നമ്മുടെ മെറ്റേണിറ്റി ലീവ് തീർന്നു, ശനിയും ഞായറും ഹോളിഡേ ആണ്, തിങ്കൾ നമ്മൾ ജോയിൻ ചെയ്യാൻ മതി. അപ്പോൾ അത് നേരത്തെ കണക്ക് കൂട്ടി നമുക്ക് അവിടെ ഒരു പിന്നെ സഫിക്സിന് റിക്വസ്റ്റ്, ആ മെറ്റേണിറ്റി ലീവിൻ്റെ ആപ്ലിക്കേഷനിൽ ഇന്ന ദിവസങ്ങൾ സഫിക്സായി പരിഗണിക്കണമെന്നൊരു റിക്വസ്റ്റ് വെച്ചാൽ മതി. അതിൽ അത്രയേ ഉള്ളൂ. പ്രഫിക്സും അങ്ങനെ തന്നെ. നമുക്ക് ശനി ഞായർ ലീവായി നമുക്ക് തിങ്കളാഴ്ച മെറ്റേണിറ്റി ലീവ് തുടങ്ങാനുള്ള അവകാശമുണ്ട്. അങ്ങനെ തിങ്കളാഴ്ച തുടങ്ങിയാൽ മതി. അപ്പോൾ അവിടെ ആ ശനി ഞായറും പ്രഫിക്സ് ആയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക. ക്ലിയർ ആയില്ലേ? അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മെറ്റേണിറ്റി ലീവിന് ഞാൻ പറഞ്ഞല്ലോ, മെറ്റേണിറ്റി ലീവ് എത്ര തവണ എടുക്കാന്നുള്ള കാര്യത്തിൽ ലിമിറ്റ് ഇല്ല. അതൊരിക്കൽ കൂടി ഞാൻ ഉറപ്പിച്ച് പറയാണ്. ഇനി എല്ലാ കാര്യങ്ങൾക്കും ഈ മെറ്റേണിറ്റി ലീവ് കൂട്ടുമെന്നുള്ളതാണ്, ഇൻക്ലൂഡിങ് പ്രൊബേഷൻ. സാധാരണ ഇത് കൂടാത്തൊരു സാധനം പ്രൊബേഷനാണ്. പ്രൊബേഷൻ പീരീഡായിട്ട് മെറ്റേണിറ്റി ലീവ് പീരീഡ് 180 ഡേയ്സ് ആണ് കേട്ടോ. അതിനെ തുടർന്ന് വരുന്ന 60 ദിവസം ഇതിനൊന്നും കണക്ക് കൂട്ടൂല. മറ്റ് ലീവ് എലിജിബിൾ ലീവ് ആണെങ്കിൽ ഇൻക്രിമെന്റ് ഇതിനൊക്കെ കൂട്ടും. മറ്റത് ബാക്കി മെറ്റേണിറ്റി ലീവിനെ തുടർന്ന് വരുന്ന LWA ശമ്പളം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾക്കൊക്കെ കൂട്ടും. പ്രൊബേഷന് 60 ദിവസം കൂട്ടില്ല, എന്നാൽ മെറ്റേണിറ്റി ലീവ് 180 ഡേയ്സ് കൂട്ടും. പറഞ്ഞ് മനസ്സിലായോ? 180 ഡേയ്സ് ആണ് മെറ്റേണിറ്റി ലീവ്. ആ മെറ്റേണിറ്റി ലീവ് 180 ഡേയ്സ് പ്രൊബേഷന് പരിഗണിക്കും. എന്നാൽ 180 ഡേയ്സിനെ തുടർന്ന് വരുന്ന നമ്മൾ എടുക്കുന്ന 60 ദിവസത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത LWA പ്രൊബേഷന് കണക്ക് കൂട്ടുന്നതല്ല. എന്നാൽ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കണക്ക് കൂട്ടാത്ത, പരിഗണിക്കാത്ത ഒരു ലീവ് ഉണ്ട്. അതാണ് നമ്മുടെ ഏൺ ലീവ്. ഏൺ ലീവിന് പരിഗണിക്കാത്ത ഒരു പീരീഡാണ് എന്ത്, ഡയസ്നോണും മെറ്റേണിറ്റി ലീവ് പ്രത്യേകിച്ച്. ഓക്കെ, അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് പെറ്റേണിറ്റി ലീവിനെ കുറിച്ചാണ്. പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് ശരിക്കും ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരു 2011, കൃത്യമായി പറഞ്ഞാൽ 26/2/2011 ഉത്തരവിറങ്ങിയത്. 26/2/2011 പെറ്റേണിറ്റി ലീവിൻ്റെ ഉത്തരവിറങ്ങിയത്. അത് ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന് അനുവദിക്കുന്ന ലീവാണ്. 10 ദിവസമാണ് ഈ ആകെ ഈ പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്. അത് ഹോളിഡേയ്സ് അടക്കമാണ്. എവിടെ? നടുവിലുള്ള ഹോളിഡേയ്സ്. രണ്ടറ്റത്തും പ്രഫിക്സും സഫിക്സും ഇതിന് നമുക്ക് അനുവദിക്കാം. പ്രഫിക്സും സഫിക്സും അനുവദിക്കാം. എന്നാൽ വർക്കിംഗ് ഡേ മാത്രം എണ്ണിയെടുത്തുകൊണ്ടുള്ള ലീവ് അനുവദിക്കൽ നടക്കില്ല. അതിനിടയിൽ ഇദ്ദേഹം ലീവ് ഒറ്റ സ്ട്രെച്ചായിട്ട് എടുക്കണം. ഇത് പാർട്ട് പീസായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരൊറ്റ സ്പെല്ലിൽ എടുക്കണം. അതിൻ്റെ ഇടയിൽ ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ ആ ഹോളിഡേയ്സും ഈ 10 ദിവസത്തിൽ പെടും. അറ്റത്ത് രണ്ടിടത്തും ഹോളിഡേയ്സിൻ്റെ അത് പ്രഫിക്സും സഫിക്സും എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. 2 ഡെലിവറിക്ക് മാത്രമേ പെറ്റേണിറ്റി ലീവ് കിട്ടുള്ളൂ. മെറ്റേണിറ്റി ലീവിന് ലിമിറ്റ് ഇല്ല, എന്നാൽ പെറ്റേണിറ്റി ലീവിന് ലിമിറ്റ് ഉണ്ട്. 2 ഡെലിവറിക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലീവ് എടുക്കേണ്ടത്. ഡോക്ടർ തരുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഡെലിവറിയുടെ ഒരു സർട്ടിഫിക്കറ്റ് മായി ബന്ധപ്പെട്ട് അത് കൊടുത്തിട്ടാണ് ഈ ലീവ് എടുക്കേണ്ടത്. ഒറ്റ സ്ട്രെച്ചായിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞു, ഒറ്റ സ്ട്രെച്ചായിട്ട് എടുക്കണം. പ്രഫിക്സും സഫിക്സും അനുവദിക്കും. നടുവിൽ ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ അതും ഈ 10 ദിവസത്തെ എണ്ണത്തിൽ പെടും. തിരിച്ചാണ്. ഇനി എപ്പോൾ എടുക്കണമെന്നുള്ള കാര്യമാണ്. 10 ദിവസം മുമ്പ്, ഡെലിവറിക്ക് 10 ദിവസം മുമ്പ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, അത് ഇന്ന ദിവസം ഡെലിവറി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വെക്കുക. അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് 90 ദിവസത്തിനകം ഈ പെറ്റേണിറ്റി ലീവ് എടുക്കണം. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത് നമ്മൾ ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ പെറ്റേണിറ്റി ലീവിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ടാണ് ഇത്. 26/2/2011 മാക്സിമം 10 ഡേയ്സ് ആണ് ഹോളിഡേയ്സ്, ഇൻക്ലൂഡിങ് ഹോളിഡേയ്സ് ആണ്. പ്രഫിക്സും സഫിക്സും അനുവദിക്കും. 2 ഡെലിവറിക്ക് മാത്രമേ പെറ്റേണിറ്റി ലീവ് ഉള്ളൂ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ലീവ് അപേക്ഷയോടൊപ്പം. അത് മുൻകൂറാണ് എടുക്കുന്നതെങ്കിൽ
പ്രതീക്ഷിക്കുന്ന ഡെലിവറി ഡേറ്റ് കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അതിന് ശേഷമാണെങ്കിൽ ഒറ്റ സ്പെല്ലായിട്ട് എടുക്കണം. പാർട്ടായിട്ട് എടുക്കാൻ കഴിയില്ല. 10 ദിവസം മുമ്പോ 90 ദിവസത്തിനുള്ളിലോ, നമ്മൾ ഡെലിവറി കഴിഞ്ഞാണെങ്കിൽ 90 ദിവസത്തിനുള്ളിലോ ഈ ലീവ് എടുക്കാവുന്നതാണ്. ഇനി ഒരു സ്റ്റാഫ് മെറ്റേണിറ്റി ലീവിനിടയിൽ അവർക്ക് ഒരു പ്രൊമോഷനോ ട്രാൻസ്ഫറോ വന്നു എങ്കിൽ, മെറ്റേണിറ്റി ലീവിനിടയിൽ പ്രൊമോഷനോ ട്രാൻസ്ഫറോ വന്നു എങ്കിൽ അവർ തീർച്ചയായിട്ടും പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്തതിന് ശേഷമേ ബാക്കി ദിവസങ്ങളിൽ ലീവായിട്ട് എടുക്കാം. അതായത് 180 ഡേയ്സ് ആകെ ഉള്ളത്. ഒരു 30 ഡേയ്സ് കഴിഞ്ഞപ്പോൾ പുതിയ ട്രാൻസ്ഫറായി, അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്, പുതിയ സ്റ്റേഷനിൽ പോയി നമ്മൾ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് ബാക്കി 150 ഡേയ്സ് പുതിയ സ്റ്റേഷനിൽ വെച്ച് നമുക്ക് എടുക്കാം എന്നതാണ് മെറ്റേണിറ്റി ലീവിനെ പറ്റി പറയാനുള്ള മറ്റൊരു കാര്യം. ഇനി ഒരു PSC ഹാൻഡ്, ഒരു PSC പുതിയതായിട്ട് ഒരാൾക്ക് കിട്ടി. അയാൾ ഡെലിവറി കഴിഞ്ഞിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ, 30 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിൽ അവർക്ക് ഡെലിവറി തീയതി മുതൽ ആകെ 180 ഡേയ്സ് കിട്ടും. 30 ദിവസം കഴിഞ്ഞുവെങ്കിൽ പോയി ജോയിൻ ചെയ്യുക, ബാക്കി 150 ഡേയ്സിന് മെറ്റേണിറ്റി ലീവ് കൊടുക്കുക. ഇത് പുതിയതായിട്ട് PSCക്ക് ജോയിൻ ചെയ്യുന്ന, PSC അപ്പോയിൻമെൻറ്റ് കിട്ടി സർവീസിൽ ജോയിൻ ചെയ്യുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് ഡെലിവറി നടന്ന ഡേറ്റാണ് പ്രധാനം. അതൊക്കെ പിന്നീട് നമ്മൾ വോട്ട് പാർട്ടികളൊക്കെ നമ്മൾ ആവശ്യപ്പെട്ട അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അവർക്കും എന്ത് വേണം? മെറ്റേണിറ്റി ലീവിന് എടുക്കണമെങ്കിൽ ഡെലിവറി നടന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. ഇപ്പം എല്ലാവരും സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. മെറ്റേണിറ്റി ലീവ് നടന്ന ഡേറ്റ് സംബന്ധിച്ച ഡെലിവറി നടന്നു എന്ന സർട്ടിഫിക്കറ്റ് എല്ലാവരും, ചില DDOമാർ അത് നിർബന്ധമാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അധിക ലീവുകളും നമ്മൾ എടുക്കുന്നത് എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ട്രാൻസ്ഫർ നടന്നാൽ അങ്ങനെയാണ്, പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്ത് ബാക്കി ദിവസം അവിടെ എടുക്കാം. പ്രൊമോഷൻ കഴിഞ്ഞാൽ പ്രൊമോഷനോ ട്രാൻസ്ഫറോ അങ്ങനെ. ഫ്രഷ് PSC ആൻഡ് ആണെങ്കിൽ അവർ എന്ന് ഡെലിവറി നടന്നോ അന്ന് മുതൽ കൂട്ടും. ഈ അന്ന് മുതൽ 180 ഡേയ്സ് എന്നാണോ ജോയിൻ ചെയ്യുന്നത് അതിന് ശേഷം ബാക്കി ദിവസം എടുക്കാം. 180യിൽ പെടാത്ത ദിവസങ്ങൾ അതിന് ശേഷം എടുക്കാവുന്നതാണ്, ലീവ് എടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെറ്റേണിറ്റി ലീവ്. പിന്നെ പാർട്ട് ടൈംകാർക്ക് മെറ്റേണിറ്റി 180 ഡേയ്സ് ഉണ്ട്. താൽക്കാലിക ജീവനക്കാർക്കും ഡെയിലി വേജിനില്ല കേട്ടോ, അതും കൂട്ടത്തിൽ പറയാം. താൽക്കാലിക ജീവനക്കാരെന്ന് പറയുന്നത് ഒരു സ്കെയിൽ ഓഫ് പേയുടെയും ഒരു കൺസോളിഡേറ്റഡ് പേയിൻ്റെ അടിച്ച കാലങ്ങളായി ജോലി ചെയ്യുന്നവരുണ്ട്, ഡെയിലി വേജ് അല്ലാതെ. ഡെയിലി വേജുകാർക്ക് അവരൊരു താൽക്കാലിക ജീവനക്കാരൻ എന്നുള്ള ഒരു പരിഗണന ഇല്ല. അതുകൊണ്ട് ഇക്കാര്യം ഡെയിലി വേജ് ജീവനക്കാർക്ക് അപ്ലിക്കബിൾ അല്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ക്ലിയറായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.